വയസ്സിനുള്ളിൽ ആകെ ചെയ്തത് 12 സിനിമകൾ. എന്നാൽ ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റും. ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന സംവിധായകൻ, പത്മശ്രീ പുരസ്കാരം, അതിലുപരി ലോകത്തെ ഏറ്റവും അധികം ആളുകൾ കണ്ട് കൈയടിച്ച ഇന്ത്യൻ ചിത്രം ബാഹുബലിയുടെ സൃഷ്ടാവ്. ഇങ്ങനെ സമാനതകളില്ലാത്ത പ്രതിഭാസമായി മാറുകയാണ് SS രാജമൗലി എന്ന സംവിധായകൻ. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ ഇയാൾ തന്റെ പേര് പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എത്ര വലിയ സംവിധായകനാവുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാജമൗലിയുടെ പടമാണോ എങ്കിൽ തിയേറ്റർ തിക്കും തിരക്കും ഉറപ്പാണ്. അത്രയും മനുഷ്യ മനസ്സുകളെ കോരിത്തെരിപ്പിച്ച പ്രോമിസിംഗ് ഡയറക്ടറാണ് രാജമൗലി. എവിടെയാണ് രാജമൗലി മറ്റ് ചലച്ചിത്രകാരന്മാരിൽ നിന്ന് വ്യത്യസ്തനാവുന്നത്? കാഴ്ചയുടെ അപരിമേയമായ അനുഭവം പ്രദാനം ചെയ്യുന്ന സിനിമകൾ ഒരുക്കുന്നതിൽ അദ്ദേഹത്തെ മറികടക്കാൻ കഴിയുന്ന മറ്റൊരാളില്ല എന്നതാണ് വസ്തുത. കറതീർന്ന ഒരു ഷോമാൻ, അതിലുപരി ആരും ചിന്തിക്കാത്ത ഇതിവൃത്തങ്ങൾ ആരും വിഭാവനം ചെയ്യാത്ത തലത്തിൽ ദൃശ്യവൽക്കരിക്കാൻ മൗലിക്ക് അറിയാം. ഈച്ച മുഖ്യ കഥാപാത്രമായ സിനിമയിൽ VFXന്റെ സാധ്യതകൾ നന്നായി ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗജനകമായ ചലച്ചിത്രാനുഭവം സൃഷ്ടിക്കാൻ മൗലിക്ക് കഴിഞ്ഞു. ചലച്ചിത്ര പശ്ചാത്തലമുള്ള ബാഹുബലിയിൽ 2 പരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഒന്ന്, ചരിത്രകഥയുടെ വിരസതയും മടുപ്പും ഒഴിവാക്കിക്കൊണ്ട് അതീവ രസകരവും ആകാംക്ഷജനകവുമായ ഒരു തിരക്കഥ രൂപപ്പെടുത്തി. ചരിത്രത്തെ അതേപടി പിന്തുടരാതെ ഭാവാത്മകമായി പൂരിപ്പിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾക്കൊപ്പം സൗന്ദര്യാത്മകമായി ദൃശ്യവൽക്കരണം നടത്തി. സിനിമ കാഴ്ചയുടെ ഉത്സവമാണെന്ന് പറയാറുണ്ട്. വാണിജ്യ സിനിമയെ സംബന്ധിച്ച് അത് അക്ഷരം പ്രതി സത്യമാണ്. ഈ സത്യത്തെ ഏറ്റവും സമൃദ്ധമായി ചൂഷണം ചെയ്യാൻ കഴിയുന്നു എന്നതാണ് മൗലിയുടെ വിജയരഹസ്യം. വാസ്തവം പറഞ്ഞാൽ അസാധാരണമായി ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല. ഒരു സിനിമ ഏത് തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാവുന്ന വിധത്തിൽ പാകപ്പെടുത്തുക എന്ന ലളിതമായ ദൗത്യമാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. ആസ്വാദികരമായ തിരക്കഥയും മികച്ച വിഷ്വൽ ഇമ്പാക്റ്റും VFXന്റെ സമർത്ഥമായ വിനിയോഗവും കൂടി ചേർന്ന ഒരു തരം ഗിമ്മിക് മൂവികളാണ് മൗലിയുടേത്. മൗലിയുടെ സിനിമകൾ സംസാരിക്കുന്ന ഭാഷ തെലുങ്കാണെങ്കിലും അത് ലോകത്തെ എല്ലാവരെയും സിനിമകളായിരുന്നു. ആ തരത്തിലാണ് അദ്ദേഹം തന്റെ ചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഡബ് ചെയ്താലും ഇല്ലെങ്കിലും അതിലെ ദൃശ്യഭാഷ എല്ലായിടങ്ങളിലും ആസ്വദിക്കപ്പെടുന്നു. ബാഹുബലിയും ഈച്ചയും അടക്കമുള്ള സിനിമകൾ ഓരോ സംസ്ഥാനത്തും അതത് ഭാഷകൾ നിർമ്മിക്കുന്ന പടങ്ങളുടെ കളക്ഷൻ റെക്കോർഡുകൾ മറികടന്നു. ദൃശ്യകലയായ സിനിമയ്ക്ക് ഭാഷാപരമായ അതിരുകൾ ഒരു തടസ്സമല്ലെന്ന് മൗലി തെളിയിച്ചു. വിദേശത്തടക്കം അദ്ദേഹത്തിന്റെ സിനിമകൾ വലിയ ചലനം സൃഷ്ടിച്ചു. 1810 കോടിയാണ് ബാഹുബലിക്ക് ആഗോളതലത്തിൽ ലഭിച്ച കളക്ഷൻ എന്ന് പറയപ്പെടുന്നു. 1968 കോടി നേടിയ ദംഗൽ കഴിഞ്ഞ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ലഭിച്ച സിനിമയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ദംഗലിന്റെയും പതാന്റെയും മഹാവിജയത്തിൽ അമീർ ഖാൻ, ഷാറുഖ് ഖാൻ എന്നീ വടവൃക്ഷങ്ങളുടെ പിൻബലമുണ്ടായിരുന്നെങ്കിൽ ബാഹുബലിക്ക് ലഭിച്ച വ്യാപക സ്വീകാര്യത രാജമൗലിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. 23 വർഷം മുമ്പ് 2021 സ്റ്റുഡന്റ് എന്ന സിനിമയുമായാണ് മൗലിയുടെ അരങ്ങേറ്റം. മര്യാദ രമണ, മഗധീര, യമദോഗ, ഛത്രപതി അടക്കം ഏതാനും സിനിമകൾ ഒരുക്കിയ മൗലി തെലുങ്കിൽ മറ്റേതൊരു സംവിധായകനെയും പോലെ അവരിൽ ഒരാളായി തുടർന്നു. എന്നാൽ എടുത്ത ഒരു സിനിമയും പരാജയത്തിന് രുചി അറിഞ്ഞില്ല എന്നതായിരുന്നു മൗലി മാജിക്. 2012 പുറത്തു വന്ന ഈഗ അദ്ദേഹത്തിന്റെ കരിയർ മാറ്റിമറിച്ചു. എല്ലാവരും സഞ്ചരിച്ച വഴികളിൽ നിന്ന് പൊടുന്നിനെ പിന്തിരിഞ്ഞു നടക്കുന്ന മൗലിയെ കണ്ട് തെലുങ്കർ മാത്രമല്ല ഇന്ത്യൻ സിനിമ ലോകം ഒന്നാകെ ഞെട്ടി. ബ്രഹ്മാണ്ഡ സിനിമകളിലൂടെ ദൃശ്യവിസ്മയങ്ങൾ സൃഷ്ടിക്കുക വഴി മികച്ച കളക്ഷനും അതുവഴി ലഭ്യമായ മീഡിയ ഹൈപ്പുമാണ് രാജമൗലിയെ സമാനതകളില്ലാത്ത ഉയരങ്ങളിൽ പ്രതിഷ്ഠിച്ചത്. ഇന്ന് ഈ ദൃശ്യവിസ്മയത്തെ അങ്ങ് ബോളിവുഡ് വരെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഇനി ലോകം കാത്തിരിക്കുന്നത് ബോളിവുഡിലെ രാജമൗലി ഫാന്റസി കാണാനാണ്.